എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ കമ്പനികളിലൊക്കെ എന്തുകൊണ്ടാണ് വലിയ മാറ്റങ്ങളൊന്നും പെട്ടെന്ന് നടക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ വലിയ സ്ട്രാറ്റജികളും പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചാലും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡിലേ ആവുന്നതിൻ്റെ റീസൺ എന്താണ്? ഇത് ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എല്ലാവരും ഓരോ പുതിയ മാസങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ പുതിയ വർഷം, ഇപ്പോൾ ഉദാഹരണത്തിന് സാമ്പത്തിക വർഷമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഇത് പ്രാവർത്തികമാവുന്നതിലാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതിൻ്റെ റീസണുകൾ എന്താണെന്ന് ശരിയായ രൂപത്തിലൊന്ന് മനസ്സിലാക്കുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പലപ്പോഴും ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റഡ് ആവുന്നത്. അപ്പോൾ അതിനെ തടസ്സം നിൽക്കുന്ന പ്രധാനമായ 3 കാര്യങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം നമുക്കൊന്ന് സംസാരിക്കാം. ഈ ഫിസിക്സിലത്തെ ഒരു കാര്യം നമുക്കൊന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സാധാരണഗതിയിൽ ഒരു കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ, ഒരു കല്ല് നമ്മൾ ദൂരേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ ആ പോകുന്ന വഴിയിൽ കല്ലിങ്ങനെ തന്നെ ഡയറക്ഷൻ മാറത്തൊന്നുമില്ല, അല്ലേ? അതിനാകെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, ഒന്ന് ഈ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഭാഗമായിട്ട് പതിയെ അത് താഴേക്ക് പതിക്കുന്നു, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വല്ല ശക്തമായ കാറ്റുണ്ടാകുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ എറിയുന്ന കല്ല് അതിൻ്റെ ഫോഴ്സ് മാറാനോ അല്ലെങ്കിൽ അത് സ്ലോ ആവാനോ ഒക്കെ ഉള്ള ചാൻസ് ഉള്ളത്. ഈ സെയിം കാര്യം നമ്മളൊരു ഓർഗനൈസേഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റംസ്, അതിനെന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഇതുപോലെ ശക്തമായ ഇൻറ്റേർണൽ അഥവാ എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടാവണം. അവിടെ വിൻഡ് അഥവാ കാറ്റ് ആ കല്ലിനെ എങ്ങനെയാണോ അതിൻ്റെ വേഗതയെ വ്യത്യാസപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ദിശയെ വ്യത്യാസപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ശക്തമായ ഒരു ഇടപെടലുണ്ടായാൽ മാത്രമേ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇടയ്ക്കൊക്കെ മീറ്റിങ്ങുകളിൽ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ആ ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക്, എന്താണോ നടന്നുകൊണ്ടിരുന്നത് അതിലേക്ക് തന്നെ എത്തിപ്പെടും. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്താണോ കിട്ടിക്കൊണ്ടിരുന്നത് അത് തന്നെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ പുതിയ വർഷവും ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ നടക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്കും നമ്മുടെ സ്ഥാപനത്തിലും അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ആ 3 കാര്യങ്ങൾ എന്താണ്, അത് കണ്ടെത്തി അതിനെ പരിഹരിച്ചേ പറ്റൂ. അപ്പോൾ പ്രധാനമായുമുള്ള 3 കാര്യങ്ങൾ, ഒന്ന് പാത്ത് ഡിപ്പെൻഡൻസ്, 2 സക്സസ് ട്രാപ്പ്, 3 പെർഫോമൻസ് ഡിലേ എന്ന 3 കാര്യങ്ങളാണ്. എന്താണ് ഈ പാത്ത് ഡിപ്പെൻഡൻസ് എന്ന് നോക്കുകയാണെങ്കിൽ, പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ നമ്മൾ പോയി കാണുന്ന പല പ്രക്രിയകളും മുൻകാലഘട്ടങ്ങളിൽ അവലംബിച്ച സ്ട്രാറ്റജിയുടെ പരിണത ഫലമായിരിക്കും. ചിലപ്പോൾ ടെക്നോളജി ആയിക്കോട്ടെ, ആ സ്ഥാപനത്തിലെ സംസ്കാരമായിക്കോട്ടെ, അവിടെ ഫോളോ ചെയ്യുന്ന പ്രോസസ്സുകളോ സിസ്റ്റംസോ എന്തൊക്കെയാണോ മുൻകാലഘട്ടങ്ങളിൽ എടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ടായിരിക്കും ആ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അതിനൊരു മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം കൺസിസ്റ്റൻ്റായി പല എഫേർട്ടും എടുത്തിട്ടായിരിക്കും ഈ ഒരു പാത്തിലേക്ക് എത്തിയത്. അപ്പോൾ നിലവിലുള്ള കാര്യങ്ങളിൽ അവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഒരു പാത്ത് ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ ആ വന്ന വഴി, ആ വഴിയിലൂടെ സഞ്ചരിച്ച് അതിനോടുള്ള ഇഴുകിച്ചേരൽ, അത് കാരണമുണ്ടായിരിക്കുന്ന ഒരു കംഫർട്ട് സോണൊക്കെ ഉണ്ട്. ആ പാത്ത് ഡിപ്പെൻഡൻസ് മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ റൂട്ട് കോസ് അനലൈസ് ചെയ്ത് ആ പാത്ത് ഏതാണെന്നൊക്കെ കണ്ടെത്തി അതിൽ കറക്റ്റീവ് ആക്ഷൻസൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ സ്മൂത്തായിട്ട് ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാത്ത് ഡിപ്പെൻഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണം. 2 പെർഫോമൻസ് ഡിലേ എന്ന് പറയുന്ന കാര്യമാണ്. പെർഫോമൻസ് ഡിലേ എന്ന് പറയുന്നത് ഇന്ന് പല ഓർഗനൈസേഷനിലും നമ്മൾ കാണുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് യെസ്റ്റർഡേ സ്ട്രാറ്റജി. ഇന്നലകളിൽ അവലംബിച്ച സ്ട്രാറ്റജിയുടെ റിസൾട്ടാണ് ഇന്ന് കാണുന്ന പെർഫോമൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന കാര്യമുണ്ട്, ഇനിയൊരു മാറ്റം വരുത്താമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ താഴേക്ക് പോവോ, പെർഫോമൻസ് ഇനിയും താഴേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക. ആ ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്നത് പതിയെ മതി മാറ്റങ്ങൾ, ഇതിലും നല്ല എന്തെങ്കിലും റിസൾട്ട് കണ്ടു തുടങ്ങട്ടെ എന്നിട്ട് നമുക്ക് പതുക്കെ സ്വിച്ച് ചെയ്യാം. ഇപ്പോൾ പലപ്പോഴും ഒരു വ്യക്തിയെ മാറ്റണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ, ഇനി വരുന്ന ആൾ ഇത്ര തന്നെ ചെയ്യുമോ, അല്ലെങ്കിൽ ഇത്ര തന്നെ കാര്യങ്ങൾ പെർഫോം ചെയ്യുമോ, അപ്പോൾ അതിനും മികച്ച പെർഫോമൻസ് കണ്ടിട്ട് പോരെ ഇദ്ദേഹത്തെ മാറ്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിലേഡ് ആവാനുള്ള ചാൻസ് ഇതാണ്. 3ാമത്തെ കാര്യം സക്സസ് ട്രാപ്പ്. ഇതൊരു രസകരമായ കോൺസെപ്റ്റാണ് സക്സസ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്തിനാ മാറ്റം, അങ്ങനെ ചിന്തിക്കും. അതായത് നാളേക്ക് വേണ്ടി സ്ഥാപനത്തിൽ ഇന്നിന്ന മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ. പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും ചേഞ്ചിനെ പറ്റി ചിന്തിക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ പോകുമ്പോൾ തന്നെ അതിനേക്കാൾ മികച്ചതാകാൻ ചിന്തിച്ച് നീക്കങ്ങൾ വരുത്തിയില്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ നോക്കുമ്പോഴേക്കും നമ്മുടെ സാഹചര്യങ്ങളൊന്നും അതിനനുസരിച്ച് ബെറ്റർ ആകണം എന്നില്ല.
അത് സക്സസ് ട്രാപ്പ് എന്ന് പറയും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കില്ല. അത്യാവശ്യം സ്ഥാപനത്തിൽ വരുമാനമുള്ള സമയത്ത് ഇനി ബിസിനസ് ഡെവലപ്പ് ചെയ്യണതിനെ പറ്റി ചിന്തിക്കില്ല. താഴേക്ക് പോകുമ്പോഴാണ് ഡെവലപ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ എല്ലാം എനർജറ്റിക്കായി ഉഷാറായിരിക്കുമ്പോൾ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ കുറേയും കൂടെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ, പാത്ത് ഡിപ്പെൻഡൻസ്, പെർഫോമൻസ് ഡിലേ ആൻഡ് സക്സസ് ട്രാപ്പ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിലെ പിറ്റ്ഫോൾസ് എന്ന് പറയും. അതിന് ആഘാതമുണ്ടാക്കുന്ന 3 കാര്യങ്ങളാണ്. അതിനെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലും കൂടെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതിനൊരു പരിഹാരവും കൂടെ കണ്ടെത്തിയാലായിരിക്കും ഈ സ്ട്രാറ്റജിക് ചേഞ്ച് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ സാധ്യമാവുക. അങ്ങനെ നല്ല മാറ്റങ്ങൾ വരുത്തി പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് ശക്തമായി മുന്നേറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.